this is Jessina from MS Solutions. ഇനി എന്തിനാ വേറെ സൊല്യൂഷൻ? എടാ മക്കളെ, നമ്മുടെ മൂന്നാമത്തെ യൂണിറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് അല്ലേ? അപ്പോൾ ആ ചാപ്റ്റേഴ്സിൽ നിന്നും ഏത് ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് പോയിന്റ്സ് മിസ് തരട്ടെ. യെസ്, ദാ പിടിച്ചോ. ഒന്നാമത്തെ ചാപ്റ്റർ ഏതാടാ? ദില്ലി മേം ഉരീന്ദേം. ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ചാപ്റ്റർ ആണല്ലോ അല്ലേ? യെസ്, അപ്പോൾ ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഏതൊക്കെയാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത്? നോക്കടാ. ലേഖിക സാഹിത്യ അക്കാദമി സെ കുച്ച് പ്രകാശൻ ഖരീദ് കർ മന്ദിർ മാർഗ് സെ ഏക് ഓട്ടോ മേ യാത്ര കി. നമ്മുടെ ലേഖിക എന്താണ്, കുറച്ച് ബുക്സ് ഒക്കെ വാങ്ങിയിട്ട് എന്ത് ചെയ്യാണ്, ഒരു ഓട്ടോയിൽ കയറാണ്. ആ ഓട്ടോ ഡ്രൈവർ എങ്ങനെയാണ് നോക്കടാ. ഓട്ടോ ചലത്തെ ഹി ഉസ്കി ഗാൻസി ശുരു ഹോ ജാത്തി ഹെ. ഇവിടെ ഈ പറയുന്നത് ആരെക്കുറിച്ചാണ്? രാജാറാമിനെ കുറിച്ചാട്ടോ. അപ്പോൾ അവൾ കയറിയ മുതൽ രാജാറാം എന്താണ്, ചുമയ്ക്കാൻ തുടങ്ങി. ഉസ്നെ കഹാ 10-12 സാൽ സെ ഗാൻസി ഹെ. അതായത് ഒരു 10 വർഷത്തോളമായിട്ട് ചുമ തുടങ്ങിയിട്ട്. ഗരീബ് ആദ്മി അല്ലെ, വളരെ ദരിദ്രനായിട്ടുള്ള മനുഷ്യനാണ്. അപ്പനാ കോയി ഗർ തക് നഹി ഹെ. ഒരു വീട് വരെ എന്തില്ല അദ്ദേഹത്തിന് ഇല്ല. ഓട്ടോ പർ സോത്തെ ഹെ. ഓട്ടോയിലാണ് ഉറങ്ങുന്നത്. കിസി ബി ഡാബേ മേ ഗാന ഗാത്തെ ഹെ. അതായത് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ തട്ടുകടയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്നാണ് ഫുഡ് കഴിക്കുന്നത്. ദെൻ പബ്ലിക് ശൗചാലയമേ ശൗച, അതായത് പബ്ലിക് ടോയ്ലറ്റുകളാണ് യൂസ് ചെയ്യാറ്. സടക്ക് കിനാരെ നൽ സെ നഹാത്താ ഹെ. ഈ റോഡുകളിലൊക്കെ ഉണ്ടാവുന്ന ഈ പബ്ലിക് ടാപ്പുകളില്ലേ, ഈ ടാപ്പുകളിൽ നിന്നാണ് അദ്ദേഹം കുളിക്കുന്നത് അല്ലേ? അപ്പം എല്ലാ കാര്യങ്ങളും എന്താണ്, മറ്റുള്ളവരെ ആശ്രയിച്ചാണ് ചെയ്യുന്നത്. ദെൻ വഹ് യു പി കെ അന്നാവ് സേ ഹെ നാം രാജാറാം ഹെ. എന്താണ്, യു പിയിലെ അന്നാവാലയാണ്. അതുപോലെ എന്താണ്, രാജാറാം എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ദില്ലി മേ ഹെ, ഇപ്പൊ എവിടെയാണ്, ഡൽഹിയിലാണുള്ളത്. ഓട്ടോ ചലാത്തെ ഹേം ഓർ പേട്ട് ഭർത്താ ഹെ. ദോ വക്ത് കി റോട്ടി മിലേ തോ ഗുഷ്. അതായത് ഓട്ടോ ഓടിക്കുന്നത് എന്തിനാണ്, പൈസ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വലിയ കൊട്ടാരം ഉണ്ടാക്കുക, അതൊന്നും അല്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണ്, വയറ് നിറയാല, അതായത് 2 നേരത്തേക്കുള്ള ഫുഡ് കിട്ടുക, അത് മാത്രമാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം എന്ന് പറയുന്നത്. ദെൻ ലേഖിക ഓർ രാജാറാം ഏക് ഹി ഷഹർ മേം അലഗ് അലഗ് മോസം മേം രഹത്തെ ഹെ. ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരേ സിറ്റിയിൽ 2 രീതിയിൽ താമസിക്കുന്ന ആളുകൾ, ജീവിക്കുന്ന ആളുകളാണ്. ഒന്ന് രാജാറാം, അതുപോലെ എന്താണ് നമ്മുടെ ലേഖിക. ഒരാൾക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, രണ്ടാമത്തെ ആൾക്ക് എന്താണ്, സൗകര്യങ്ങളൊന്നുമില്ലാതെ, അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ഒരു വ്യക്തി. അങ്ങനെ ഒരേ സിറ്റിയിൽ 2 ജീവിത സാഹചര്യമുള്ള 2 വ്യക്തികളെയാണ് നമ്മൾ ഇതിൽ കാണുന്നത്. ഇത്രയും പോയിന്റ്സ് പ്രധാനമായിട്ടും നിങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്നും മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ദെൻ അടുത്തത് ഏക് തിൻക എന്ന് പറഞ്ഞ കവിതയാണ് അല്ലേ? അപ്പോൾ ഈ കവിതയുടെ ആശയം ചോദിച്ചാലും ഏത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഇത് പഠിച്ചാൽ കേട്ടോ. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അയോധ്യ സിംഗ് ഉപാധ്യായ ആണ് എന്ത്, ഇതിൻ്റെ രചയിതാവ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് എഴുതിയിരിക്കുന്നത് ആരാണ്? അയോധ്യ സിംഗ് ഉപാധ്യായ ഹരിയൗദാണ്. അടുത്തത് ഏക് ദിൻ കവി ഗമണ്ട് കെ സാത്ത് അപ്നെ ഘർ കെ മുണ്ടേരെ പർ ഘടേത്തെ. ഒരു ദിവസം കവി എന്താണ്, അഹങ്കരിച്ചുകൊണ്ട് വീടിന്റെ ടെറസിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കാണ്. ദൂർ സെ ഏക് തിൻക ഉഡ്കർ ഉൻകി ആഗ് മേ ഗിർ ഗയ അല്ലേ? അപ്പോൾ ദൂരെ നിന്നും എന്താണ്, ഒരു കരട്, ഒരു പുൽനാമ്പ് പറന്നു വന്നിട്ട് അദ്ദേഹത്തിന്റെ കണ്ണിൽ വീഴാണ്. തിൻകെ കാരൻ ഉനെ ബഡി തക്ലീഫ് ഹുയി. ആ ഒരു കരട് കാരണം അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാണ് അല്ലെ, ഭയങ്കര വേദന ഉണ്ടാവാണ്. थोड़ी देर बाद उनकी आंख से तिनका निकला गया, तब से अपने मन से घमंड को छोड़ने के लिए तैयार हो गए हैं. അപ്പോൾ ആ സമയത്ത് എന്താണ്, ഒരാളുടെ ഹെൽപ്പോട് കൂടി കണ്ണിന്ന് പുറത്തേക്ക് എടുക്കുക അല്ലെ? ആ സമയത്ത് അദ്ദേഹം എന്താണ്, അഹങ്കാരം ഇല്ലാതാക്കാൻ, അതായത് അദ്ദേഹത്തിന്റെ ഉള്ളിലെ അഹങ്കാരത്തെ എടുത്തു കളയാൻ അദ്ദേഹം തീരുമാനിക്കുകയാണ്. ഗമണ്ട് ഹമാരെ സബി ഗുണോക്കോ ഖതം കർ ദേത്തെ ഹെ. എന്ത് ചെയ്യും, അഹങ്കാരം നമ്മുടെ എല്ലാ ഗുണത്തെയും ഇല്ലാതാക്കും. പ്രധാനപ്പെട്ട പോയിന്റ്സ് ഇതാണ് അല്ലെ, അഹങ്കാരം ഇല്ലാതാവുക എന്നുള്ള കാര്യമാണ് ഇതിലൂടെ കവി ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, ദെൻ അടുത്തത് മധുർ വചൻ എന്ന് പറഞ്ഞ ദോഹയിലെ നമുക്ക് 6 ദോഹയെ പഠിക്കാനുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം മിസ് പറഞ്ഞുതരാം. ഒന്നാമത്തെ ദോഹ ഏതാണ്, എസി ബാണി ബോലിയെ തുടങ്ങുന്ന ഈ ഒരു ദോഹയുണ്ട് അല്ലേ? അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്, കബീർദാസ് ആണ് എഴുതിയത്, നിങ്ങൾ മനസ്സിലാക്കണം, അത് മറന്നു പോരുത് കേട്ടോ. ദെൻ ऐसे बातों बोलनी चाहिए जो दूसरों को सुनने पर शीतलता मिल जाए और बोलने वाले को भी सुख मिले. പറയുന്ന നിങ്ങൾ അത്തരത്തിലുള്ള വാക്കുകൾ പറയുക. ഇങ്ങനെ പറയുന്ന ആൾക്കും കേൾക്കുന്ന ആൾക്കും എന്താണ്, സ്വസ്ഥതയും സമാധാനം സന്തോഷവും സുഖവും കിട്ടുന്ന വാക്കുകൾ. इसका मतलब है कि എന്താണ് അർത്ഥമാക്കുന്നത്, ഹമേം അപ്നി വാണിമേം, നമ്മൾ നമ്മുടെ വാക്കുകളിൽ അഹങ്കാർ, ക്രോധ്, അഹങ്കാരവും ദേശവും ആദിക്കോ ത്യാഗ് ദേന ചായ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. ബോൾനെ വാലേക്കോ ബി ശാന്തി ക അനുഭവ് ഹോനാ ഹെ. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് എന്താണ്, അതായത് പറയുന്ന ആൾക്കും എന്താണ്, കൂളായിട്ട് ശാന്തമായിട്ട് ഇരിക്കാൻ
പറ്റണം. ഇത്രയേ ഉള്ളൂ. നല്ല വാക്കുകൾ മാത്രം സംസാരിക്കുക. ക്ലിയർ? അടുത്തത് ഏതാണ്? സാധു എസ ചാഹിയെ തുടങ്ങുന്നതിൽ എന്താ പറയുന്നത് നോക്കണം. കബീർ ദാസ് കഹത്തെ ഹേ കി സാധു സൂപ്പ് കി തരഹെ. എന്താണ്? ഈ സജ്ജനങ്ങൾ, നല്ല ആളുകൾ മുറം പോലെയാണ്. സൂപ്പ് അനാജ് കോ ചാൻകർ അലഗ് കർ ദേത്താ ഹെ ഓർ ഭൂസി കോ ഉഡാ ദേത്താ ഹെ. നല്ലത്, ഈ ധാന്യങ്ങളിൽ നിന്നും നല്ലതും ചീത്തയും വേർതിരിക്കുന്നത് ഏതിലൂടെയാണ്? മുറത്തിലൂടെയാണ് അല്ലെ. ഇസി പ്രകാർ സാധു കോ ജീവൻ കെ സാർത്ഥക് ഓർ महत्वपूर्ण बातों को स्वीकार करना चाहिए और बेकार और व्यर्थ बातों को छोड़ देना चाहिए. അതായത് നല്ല ആളുകൾ എന്താണ്? ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സ്വീകരിക്കുകയും ചീത്ത കാര്യങ്ങൾ എന്താണ്? നിന്നും വിട്ടു നിൽക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യും. അതാണ് ഈ ദോഹയിൽ പറയുന്നത്. അടുത്ത ദോഹ ഏതാടാ? ദയാ ധർമ്മ കാ മൂൽ ഹേ. ഇത് തുടങ്ങുന്ന ദോഹയിൽ എന്താ പറയുന്നത്? ഇത് തുളസീദാസിന്റെ ആണ്, മാറിപ്പോകരുത്. दया ही धर्म का आधार है, अहंकार पाप का मूल കാരൻ ബിഹെ. അതായത് ഈ ദയയിൽ നിന്നാണ് ആരാധന, നല്ല കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അഹങ്കാരത്തിൽ നിന്നും പാപം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ജബ് തക് ഹമാരെ ശരീർ മേ പ്രാൺ ഹെ. നമ്മുടെ ശരീരത്തിൽ എത്ര കാലം ജീവനുണ്ടോ, നമുക്ക് എത്ര കാലം ജീവനുണ്ടോ, തബ് തക്ക് കബി ബി ദയ നഹി ചോഡ്നി ചാഹിയെ. അത്ര കാലം വരെ നമ്മൾ എന്ത് ചെയ്യരുത്? ഈ ദയ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഉപേക്ഷിക്കരുത്. മനുഷ്യക്കോ ദയാലു ഹോന പരം ആവശ്യക ഹെ. ഒരു മനുഷ്യൻ ദയ ഉണ്ടാവുക എന്നുള്ളത് എന്താണ്? ആ മനുഷ്യന് അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഘടകമാണ്. അതായത് ഒരു മനുഷ്യൻ ഉണ്ടാവേണ്ട ഒരു ബേസിക് ക്വാളിറ്റിയാണ് എന്താ? ഈ ദയ എന്ന് പറയുന്നത്. ഇതാണ് തുളസീദാസ് പറയുന്നത്. അടുത്തത് സജി വൈദ്യ ഗുരു തീനി ജോം. ഇതിൽ എന്താ പറയുന്നത് നോക്കടാ. തുളസീദാസ് കഹത്തെ ഹേ. ഇതും തുളസീദാസ് ആണ് പറയുന്നത്. നോക്കിക്കേ. മന്ത്രി ओके यस नोकड़ा. मंत्री वैद्य और गुरु ये तीनों यदि भय या लोभ की इच्छा से सच न बताए तो देश शरीर और धर्म ये तीनों नष्ट हो जाएंगे. वैद्य अल्ले डॉक्टर टीचर അതുപോലെ ആരാണ്? ഗുരു. ടീച്ചറും ഗുരു ഒന്നാണല്ലോ അല്ലെ. മന്ത്രി അതുപോലെ ഡോക്ടർ ടീച്ചർ, ഇവർ മൂന്ന് പേരും എന്താണ്? സ്വന്തം ലാഭത്തിന് വേണ്ടി, അതായത് സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഭയം കൊണ്ടോ ഇവരെ കറക്റ്റ് സത്യം മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരു രാജ്യം, ഒരു രോഗി അല്ലെ, ഇതെല്ലാം എന്ത് ചെയ്യും? നശിക്കും എന്നാണ്. ശരീരവും രാജ്യവും അതുപോലെ രോഗിയും നശിക്കും എന്നാണ് പറയുന്നത്. ദെൻ നോക്കടാ. ദെൻ യദി മന്ത്രി രാജാക്കോ വൈദ്യ രോഗിക്കോ ഓർ ഗുരു ശിഷ്യ അല്ലെ. അപ്പൊ എന്താണ്? ഇവർ മൂന്ന് പേരും കള്ളം പറഞ്ഞാൽ എന്താ? മന്ത്രി കള്ളം പറഞ്ഞാൽ രാജ്യം നശിക്കും. ദെൻ വൈദ്യൻ കള്ളം പറഞ്ഞാൽ എന്താണ്? ശരീരം നശിക്കും. ടീച്ചർ കള്ളം പറഞ്ഞാൽ എന്ത് ചെയ്യുമടാ? ആ ശിഷ്യൻ അല്ലെ, ശിഷ്യന്റെ ഭാവി പോവും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഇതാണ് എന്ത് പറയുന്നത്? അവരുടെ ഇഷ്ടം, സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഭയത്തിന്റെ പേരിൽ സത്യം മറച്ചു വെച്ചിട്ട് വേറെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മൂന്നും നശിക്കും എന്നാണ് പറയുന്നത്. അടുത്തത് മൻ മോത്തി അരു ദൂത് രസ്. ഇതാരുടേതാണ്? റഹീമിന്റെ ആണ് കേട്ടോ, ഓർക്കണേ. मन मोती फूल दूध और रस आदि अपनी सहज और स्वाभाविक अवस्था में देखने में सुंदर होती है. ഈ പൂവ്, മുത്ത്, മനസ്സ് അല്ലെ, ഇതെല്ലാം എന്താണ്? അതിന്റെ സ്വാഭാവികമായിട്ടുള്ള രൂപത്തിൽ അതെങ്ങനെയാണോ നാച്ചുറലി ഉള്ളത് അതുപോലെ നിൽക്കുന്ന സമയത്ത് അത് ഭയങ്കര അടിപൊളിയാണ്. ലേക്കിൻ വേ ഏക് ബാർ ടൂട്ട് ജാത്തി ഹേ തോ ഉനെ വാപ്പസ് അപ്നി മൂൽ അവസ്ഥ മേ ലാനാ മുഷ്കിൽ ഹോത്താ ഹെ. ഈ പൂവ്, പാല്, മനസ്സ്, മുത്ത് ഇതെല്ലാം അതിന്റെ ആ ഒരു നാച്ചുറൽ ആയിട്ട് കാണുന്ന സമയത്ത് അടിപൊളിയാണ് അല്ലെ. അപ്പൊ അതിനെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും പഴയ രൂപത്തിലേക്ക് നമുക്ക് അതിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ല. ദെൻ പിന്നെന്താ പറയുന്നത്? മത്ലബ് യേ ഹേ കി ഹമാരെ ജീവൻ മേ കുച്ച് വസ്തുएं ऐसी ही जिन्हें गो जाने पर वापस पाना बहुत कठिन होता है. നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നഷ്ടപ്പെട്ടാൽ വീണ്ടും എന്താണ്? അത് തിരിച്ചു കൊണ്ടുവരാ എന്നുള്ളത് വളരെ കഷ്ടമായിട്ടുള്ള കാര്യമാണ്, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമെന്നാണ് പറയുന്നത്. അടുത്തത് ഏതാടാ? റഹിമൻ ദാഗ പ്രേം ക. നമ്മുടെ റഹീമിന്റെ അവസാനത്തെ നോക്കടാ. റഹീം നമുക്ക് പഠിക്കാനുള്ള റഹീംജിയുടെ അവസാനത്തെ എന്നാ പറയുന്നത്. സൗണ്ട് ഇങ്ങോട്ട് കിട്ടുന്നില്ല, അങ്ങോട്ട് വിചാരിച്ച സ്ഥലത്തേക്ക് സൗണ്ട് വരുന്നില്ല. ഓക്കെ, അപ്പൊ ഇതിലെന്താ പറയുന്നത് നോക്കടാ. പ്രേം കാ സംബന്ധ ബഹുത്ത് കോമൽ ഓർ മഹത്വപൂർണ്ണ ഹോത്താ ഹെ. സ്നേഹത്തെക്കുറിച്ച്, പ്രേമത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇസേ ऐसे ही नहीं तोड़ना चाहिए. यदि एक बार यह संबंध टूट जाए तो इसे फिर जोड़ना आसान नहीं है. ഒരു തവണ എന്താണ് ആ ഒരു ബന്ധം, സ്നേഹബന്ധം എന്താ മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ പഴയ രൂപത്തിലേക്ക് നമുക്ക് ആക്കിയെടുക്കാൻ സാധിക്കില്ല. ദെൻ यदि जोड़ भी लिया जाए तो उसमें गांठ भी पड़ जाती है. ये पुराना जैसा कभी भी नहीं हो पाता. അതായത് ഇപ്പോൾ ഒരു ചരട്
ചരട് മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്താണ് അത് കൂട്ടിക്കെട്ടിയാൽ ഒരു മുഴയുണ്ടാവും. അതുപോലെയാണ് എന്ത് വസ്തുവും എന്ത് ബന്ധവും എന്താണ് ഒരിക്കൽ മുറിഞ്ഞു കഴിഞ്ഞാൽ അത് പഴയ രൂപത്തിലേക്ക് ആ ഒരു സൗന്ദര്യത്തിലേക്ക് ഭംഗിയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ യൂണിറ്റിൽ ഇത്രയും പോയിന്റ്സ് ഇത്രയും കാര്യങ്ങൾ ഈ 3 ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ പഠിച്ചാൽ മതി. സെറ്റ് അല്ലേ? യെസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ദെൻ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ദെൻ ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് നോട്ട്സും ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം.